കഴിഞ്ഞ LDCയിൽ സൈലം തീർത്ത റാങ്കുകളുടെ പേമാരി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ LDCയിൽ 1ാം റാങ്ക് നേടിയ അഞ്ജലിയുടെ വീട്ടിലാണ്. അഞ്ജലിയുടെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കേക്ക് മുറിച്ച് ഈ ഒരു വിജയം നമുക്കൊന്ന് ആഘോഷിക്കാം. ആലപ്പുഴ ജില്ലയിൽ 80.67 മാർക്ക് വാങ്ങിയിട്ടാണ് അഞ്ജലി 1ാം റാങ്കിലേക്ക് എത്തിയത്. അപ്പൊ അഞ്ജലിയുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അഞ്ജലിയുടെ ഈ യാത്ര എങ്ങനെയായിരുന്നു, ഏതൊക്കെ രീതിയിലാണ് അഞ്ജലി പഠിച്ചത്, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അഞ്ജലിക്കും നമ്മുടെ അടുത്ത് പറയാനുണ്ട്. പല ആളുകളും എപ്പോഴും ഈ ജില്ല മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ല തന്നെ മതി എന്നായിരുന്നു? സ്വന്തം ജില്ല തന്നെ വെക്കണം. അതായത് ഡിസ്ട്രിക്ട് ചോദിച്ചു വരുമ്പോൾ എപ്പോഴും സ്വന്തം ജില്ല തന്നെ പ്രിഫർ ചെയ്യാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. എല്ലാ പരീക്ഷകളും ആലപ്പുഴ ജില്ല ഒട്ടുമിക്ക, അതായത് വേക്കൻസികളിൽ അല്ലെങ്കിൽ അത്ര ചെറിയ വളരെ കുറവ് വേക്കൻസികൾ വരുന്നത് മാത്രം ആകുമ്പോഴേ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഒട്ടുമിക്കത് ഇവിടെ തന്നെയാണ്. ജില്ല ബേസ്ഡ് വരുന്ന എല്ലാം ആലപ്പുഴ തന്നെ വെച്ചിട്ടാണ്. സൈലത്തിലേക്ക് എങ്ങനെ വന്നു? വർഷങ്ങളായിട്ട് ഇപ്പോൾ പഠിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ തുടക്കത്തിൽ തന്നെ മൻസൂർ സാറിൻ്റെ GK ക്ലാസ്സുകളിൽ PSC ത്രില്ലർ എന്ന ക്ലാസ്സും ആ ക്ലാസ്സിലൊക്കെയാണ് ഞാൻ ആദ്യമേ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തുടങ്ങിയപ്പോൾ ക്ലാസ്സുകൾ ഒരുപാട് എടുത്ത് പഠിച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി ആ ഒരു സാറിൻ്റെ ബേസ് വെച്ചിട്ട് കുറച്ച് ആ ഒരു GK കിട്ടാൻ വേണ്ടിയിട്ട് ആ പറയുന്ന മെത്തേഡുകൾ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ റിവിഷൻ സത്യം പറഞ്ഞാൽ ഒരു LDCയുടെ ലാസ്റ്റ് ലാബ് ആ റിവിഷൻ ചെയ്യുന്ന ടൈമിനെ കൂടുതലായിരിക്കും ഞാൻ ഈ ഒരുപാട് ക്ലാസ്സുകൾ സൈലത്തിലേക്ക് എത്തിയത്. അപ്പം ഞാൻ തുടങ്ങുമ്പോൾ തന്നെ മൻസൂർ സാറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമേ കേട്ടിട്ടുണ്ട്, ആരും ഒരുപാട് വർഷത്തോളം ഇതിൻ്റെ പുറകെ നടക്കുന്നത് അങ്ങനെ ഉണ്ടാവരുത്, ഒരു വർഷത്തിനുള്ളിൽ തന്നെ കയറണം എന്നൊരു മൈൻഡ് വെച്ചിട്ടാണ് തുടങ്ങിയത്. LDCയുടെ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കൈ ഉണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും ഈ ഒരു എക്സാം കൊണ്ട് എനിക്ക് അതായത് ഒരുപാട് നാളായി ഇതിൻ്റെ പുറകെയൊന്നുമല്ല, അതുകൊണ്ട് എൻ്റെ പോരായ്മയിൽ ഏറ്റവും വലുത് അതായത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് അതൊന്നുകൂടി അടുക്കിപ്പറക്കി വെക്കണമെന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്ത കാര്യം അതാണ്. സിലബസ് എടുത്ത് പ്രിന്റ് എടുത്ത് വെച്ചിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു? എത്ര ക്വസ്റ്റ്യൻ? അതായത് നമുക്കിപ്പോൾ LDC എന്ന് പറയുമ്പോൾ ഒരു 10th മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുമല്ലോ കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്നത്. 10th എല്ലാം ഡിഗ്രി ലെവൽ വരെയുള്ള ഏത് എക്സാം നടന്നാലും അത്യാവശ്യം അത് ചെയ്ത് നോക്കാനും GK ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതാണ്? എണ്ണം ഉണ്ടായില്ല. ഓൺലൈൻ ക്ലാസ് അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി ഇതിനേക്കാൾ ഉപരി റാങ്ക് ഫയൽ യൂസ് ചെയ്തിരുന്നു? റാങ്ക് ഫയലുകൾ അത്യാവശ്യം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. എല്ലാവരും അത്യാവശ്യം കിട്ടാവുന്ന അത്രയും റാങ്ക് ഫയലുകൾ പലരായിട്ട് കളക്ട് ചെയ്ത് അത് ഞങ്ങൾ പഠിച്ചിരുന്നു. ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ 3 ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് 3 വായിക്കും. അപ്പോൾ ഒരു റിവിഷൻ പോലെ തന്നെ അത്യാവശ്യം അതും കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതായത് എല്ലാ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കിന്റെ അത്യാവശ്യം എല്ലാ കണ്ടന്റും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു തീർക്കാനെങ്കിലും ശ്രമിച്ചു. അതെ. ഒരു LDC എക്സാമിന് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വളരെയധികം വലുതാണ്. ഈ കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അത്യാവശ്യം പത്രവാർത്തകൾ മാക്സിമം കളക്ട് ചെയ്തിരുന്നു. പിന്നെ അത് ഡെയിലി അത് ഞങ്ങൾ ചോദിച്ചിങ്ങനെ പഠിക്കുകയും കളക്ട് ചെയ്ത് എല്ലാം എഴുതിയെടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഓരോ ചാനലുകൾ വീഡിയോസും കളക്ട് ചെയ്ത് അതും വായിക്കാറുണ്ടായിരുന്നു. PDF-കൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നോട്ട്സ് കളക്ട് ചെയ്തിട്ട്. പിന്നെ പത്ര കട്ടിങ്സിൽ നിന്ന് ഡെയിലി അത്യാവശ്യം എഴുതി വെച്ചിരുന്നു. അതൊക്കെ കവർ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം LDCയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 1ാം റാങ്കിൽ എത്തിയല്ലോ. അപ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? സ്വന്തമായിട്ട് നോക്കുമായിരുന്നു അതോ ആരെങ്കിലും വിളിച്ചു പറയുമായിരുന്നു നിങ്ങൾ 1ാം റാങ്കിലാണ് എന്ന്? ഞാനൊരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, ടെമ്പററി ഒരു മാസമായിട്ടുള്ളായിരുന്നു ജോയിൻ. അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഡേറ്റ. അപ്പോൾ അവിടെ അവരിടയ്ക്ക് നിൽക്കുമ്പോഴാണ് റിസൾട്ട് ഇന്നാണ് വരുന്നത് എന്നറിഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കാൻ പറ്റിയില്ല. അതായത് ഇതിനിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആ ജോലിയിടയ്ക്ക് ഫോൺ എടുത്ത് കൈ വെക്കാൻ അപ്പം തന്നെ കാണണം എന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം കൂട്ടുകാരാണെങ്കിലും അവർ വിളിച്ച് പറയും, ചേട്ടനെയാണ് ഏൽപ്പിച്ചിരുന്നു. പക്ഷെ ഫസ്റ്റ് കോള് ഒരു വയനാടിൻ്റെ വന്ന് ഞാൻ കണ്ടു, ഫോൺ വെച്ചിട്ട് അടുത്ത് പോയപ്പോഴേക്കും ഒരു കോള് വന്നു തുടങ്ങിയിട്ട് അങ്ങ് നിൽക്കുന്നേ ഇല്ല. അപ്പോൾ ചേട്ടനാണ് ആദ്യം വിളിച്ചത്, ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് റിസൾട്ട് വന്നെന്ന് പറഞ്ഞാൽ കളിയാക്കുവാണെന്നാണ് സത്യത്തിൽ വിചാരിച്ചത്. ഞാൻ ഉടനെ പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം എന്നാണ്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഓടി. പിന്നെ കോള് നിൽക്കുന്നില്ല, കോള് കട്ടായിട്ട് എനിക്കൊന്ന് ഫോണിലെടുത്ത് നോക്കാൻ. അത് കഴിഞ്ഞാണ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഓടി ഞാൻ അവിടുന്ന് അടുത്ത ആളെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ അങ്ങ് ഓടി മാറി നിന്ന് വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. അത് അതിൽ സത്യമായിട്ട് അതെനിക്ക് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. 6 വർഷത്തെ യാത്രയായിരുന്നു. ഈ 6 വർഷത്തെ യാത്രയിൽ എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇത് വേണ്ട, വേറെന്തെങ്കിലും ചെയ്യാം, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പറ്റത്തില്ല എന്ന് തോന്നിയില്ല. പക്ഷെ അത് ലാസ്റ്റ് ഓരോ പാറ്റേൺ മാറ്റം
അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഈ ലാസ്റ്റ് മൊമെന്റ് എത്തി. ഇപ്പോൾ എൽ ഡി ടൈം എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഒരുപാട് ലിസ്റ്റ് വന്ന് ആ ടൈമിൽ ഞങ്ങൾ കമ്പനി ഇരുന്ന് എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുന്നോട്ട് അങ്ങ് നീങ്ങുന്നില്ല. സാറിൻ്റെ വീട്ടിലാണെങ്കിലും ആ ഒരു ടൈമിൽ ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. അപ്പോഴേക്ക് ഓരോ പരീക്ഷ കഴിഞ്ഞ് കിട്ടാതെ വരെ ഞാൻ ഇവിടെ കരയുമ്പോഴും അച്ഛനും അമ്മയാണെങ്കിലും സാറ് കൂട്ടുകാരെ വിളിച്ചിട്ട് കിട്ടും, നിങ്ങൾ വർക്ക് ചെയ്തതാണ്, നമ്മുടെ അത് കിട്ടുമെന്ന് അവരുടെ ആ ഒരു ഇതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ നിന്നിട്ടുണ്ട് പാറ്റേൺ സ്റ്റേറ്റ്മെൻ്റ് ആയപ്പോഴൊക്കെയും. അപ്പോൾ അവരുടെ സപ്പോർട്ടും വീട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ വളരെ വളരെ അവർ ഒരുപാട്, സാറാണേലും എപ്പോഴും ശശികുമാർ സാറാണേലും എന്നും വിളിച്ചിട്ട്, സാറിൻ്റെ ഭാര്യയാണേലും കഷ്ടപ്പെട്ടത് ഉണ്ട്, അങ്ങനെയല്ല പഠിക്കാഞ്ഞിട്ടല്ല, നമുക്ക് കിട്ടും, ഇനിയും അതൊരിക്കലും കണ്ടിന്യൂസ് കൊണ്ടുപോകണം, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞ് എപ്പോഴും സാറ് കൂടെ ഉണ്ടായിരുന്നു. സാറാണേലും കൂട്ടുകാരാണല്ലോ അച്ഛനമ്മയാണല്ലോ, അവരെപ്പോഴും പലതവണയും ഞാൻ ഇടയ്ക്ക് ടെമ്പററി പോസ്റ്റ് ജോലികളിലോട്ട് പോയി അതും കൂടി ഇങ്ങനെ പഠിക്കാമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും വർഷമായില്ലേ, ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോഴും അവർ ഇത് പഠിക്കണം, അത്രയും സപ്പോർട്ടീവായിട്ടൊന്നും ഒരിക്കലും ബ്രേക്ക് ആവാതെ എന്നെ കൊണ്ടുപോകാനായിട്ട് അവർ എപ്പോഴും പുറകെ നടന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. റാങ്ക് നേടി ഒരുപാട് പേര് പറയാറുണ്ട്, ഇൻസ്റ്റ അതുപോലെ ഫേസ്ബുക്ക്, അതായത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അവർ ഒഴിഞ്ഞു നിൽക്കാറുണ്ട്, അതൊന്നും യൂസ് ചെയ്യാറില്ല. അഞ്ജലിയുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? ഒരുപാട് അതിനോട്ട് പോയിട്ടില്ല. ഒരു എൽ ഡിക്ക് തൊട്ട് മുന്നേ വരെ അത് ഫുള്ള് ബാൻ ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് നമ്മളൊക്കെ അനലൈസ് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് ഈ സ്റ്റാറ്റസുകളിൽ കണ്ട കാര്യങ്ങളും ഒക്കെ എക്സാമിന് കറണ്ട് അഫെയർസിൽ അതൊക്കെ എത്തിപ്പെടുന്നത് ഞാൻ കണ്ടിരുന്നു. കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇൻസ്റ്റയൊക്കെ ആണെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ജസ്റ്റ് ഫ്രണ്ട്സ്, അതായത് ഇൻറ്റിമേറ്റ് ആയുള്ള ഒരുപാട് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം കോൺടാക്റ്റ് വെച്ചിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിരുന്നു. അല്ലാതെ ഫുൾ ബാൻ ചെയ്തിട്ടൊന്നും അല്ല പഠിച്ചത്. റാങ്ക് നേടിയ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് വെച്ച് എപ്പോഴും ക്ലാസ് കേൾക്കുമായിരുന്നു, അതുപോലെ അടുക്കളയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്തും ഫുൾ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അഞ്ജലി കണ്ടോ? കുറച്ചധികം ഉണ്ടെന്ന് പറയാം. അത് എപ്പോഴും ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്തിരുന്നു മാക്സിമം. അടുക്കളയിൽ എപ്പോഴും അമ്മ തന്നെയാണ് മാക്സിമം, അതിൽ നിന്ന് അമ്മയാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതെല്ലാം ബാക്കി എല്ലാ ടൈമും ഓവറോൾ ഉറങ്ങുന്ന ടൈമിൽ ഞാനത് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് അത് കേട്ടുകൊണ്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ടൈം ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിലായിരുന്നു അവസാന ടൈം എന്നൊക്കെ പറഞ്ഞു. അവിടെ വെച്ചും ഒക്കെ ഫുൾ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ സമയത്ത് എൻ്റെ റിവിഷൻ പോലും നടന്നത് ഈ ഫുൾ അതിലോട്ട് തന്നെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അഞ്ജലിയുടെ ഭാവി പരിപാടി ഇനിയെന്താ? ഇതിലൊതുങ്ങാനാണോ അതോ ഇനിയും സ്വപ്നങ്ങൾ മുന്നിലുണ്ടോ? ഇനിയുണ്ട്. ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഫുള്ളും പ്രിപ്പയർ ചെയ്തിരുന്നത്. സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം വരുന്നുണ്ട്. എൻ്റെ പ്രിലിംസ് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ടെമ്പററി പോസ്റ്റിലേക്ക് ജോലിക്ക് വരുന്നത്. ചെന്ന് അപ്പോൾ എക്സാം കിട്ടും. അപ്പോൾ അതിന് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഒരു ഡിഗ്രി ലെവൽ എക്സാമിനോട്ട് എത്തണം എന്നാണ് എൻ്റെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് അഞ്ജലിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം. അതെ, ഓക്കെ, അത് വേഗം കിട്ടട്ടെ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിടുക്കന്മാരായിട്ടുള്ള സാറിനോടും അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ അപ്പുറമൊന്നുമില്ല. സാറിനെ ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു. എപ്പോഴും സാറിൻ്റെ ക്ലാസ് കേൾക്കാനും സാറിനെ നേരിട്ട് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ശ്രമിച്ചിരുന്നത്. അത് സാഫല്യമായത് ഇങ്ങനെയായത് വളരെ സന്തോഷം. 6 വർഷമാണ് അഞ്ജലി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നത്. ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിജയം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും എന്നതാണ് അഞ്ജലിയുടെ കഥ നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അഞ്ജലി, ഓൾ ദ ബെസ്റ്റ്.